നമസ്കാരം, മീഡിയ ഗ്രാമത്തിലേക്ക് സ്വാഗതം. പ്രമാദമായ മുഹമ്മദ് അഖ്ലാഖ് കൊലക്കേസിൽ കുറ്റാരോപിതരായ സംഘപരിവാറുകാരെ മുൻനിരയിലിരുത്തി UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ റാലി. രാജ്യം മനസാക്ഷിയെ ഞെട്ടിച്ച സംഭവമായിരുന്നു ദാദ്രിയിൽ ബീഫ് വീട്ടിൽ സൂക്ഷിച്ചു എന്നാരോപിച്ച് മുഹമ്മദ് അഖ്ലാഖ് എന്ന വൃദ്ധൻ അതിക്രൂരമായി ആൾക്കൂട്ടത്താൽ കൊല ചെയ്യപ്പെട്ടത്. പശുവിന്റെ പേരിൽ ഇന്നും സംഘികൾ നടത്തിക്കൊണ്ടേയിരിക്കുന്ന നിഷ്ഠുരമായ കൊലപാതകങ്ങളുടെ സുപ്രധാന തുടക്കങ്ങളിലൊന്നായിരുന്നു അത്. അഖ്ലാഖിന്റെ കാര്യത്തിലാണെങ്കിൽ അദ്ദേഹം വീട്ടിൽ സൂക്ഷിച്ചിരുന്നത് ബീഫ് അല്ല, ആട്ടിറച്ചിയായിരുന്നു എന്ന് പിന്നീട് തെളിയുകയുമുണ്ടായി. എന്നിട്ട് പോലും അഖ്ലാഖിന്റെ ഘാതകർക്ക് ഇതുവരെ മതിയായ ശിക്ഷ ലഭിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, അവരെ താങ്ങി നിർത്താനും സംരക്ഷിക്കാനും ഏറെ മുതിർന്ന BJP നേതാക്കളടക്കം മുന്നോട്ട് വരികയുമുണ്ടായി. BJP മന്ത്രി മഹേഷ് ശർമ്മ അഖ്ലാഖിന്റെ കൊലപാതകിയുടെ വീട് സന്ദർശിച്ചതും ദാദ്രിയിലെ BJP MLA ദാദ്രി വധത്തിലെ എല്ലാ കുറ്റാരോപിതർക്കും നാഷണൽ തെർമൽ പവർ കോർപ്പറേഷനിൽ ജോലി ഉറപ്പാക്കിയതും നിഷ്ഠുരമായി അഖ്ലാഖ് കൊല്ലപ്പെട്ടിട്ടും അതിനെ വെറുമൊരു ആക്സിഡന്റ് എന്നും കൊലയാളികളെ നിഷ്കളങ്കരായ കുട്ടികളെന്നുമൊക്കെ മുതിർന്ന BJP നേതാക്കൾ തന്നെ വിശേഷിപ്പിച്ചതും ഒക്കെ ഇതിന്റെ ലജ്ജിപ്പിക്കുന്ന ഉദാഹരണങ്ങളാണ്. ഇത് എന്നും നടക്കുന്ന കാര്യമാണെന്നും മുസ്ലിങ്ങൾ മിണ്ടാതിരിക്കണമെന്നും വേറെയും ചില BJP MLA മാർ പറയുകയുണ്ടായി. ഈ മനുഷ്യത്വരാഹിത്യത്തിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ബിസാദയിൽ BJP സ്ഥാനാർത്ഥി മഹേഷ് ശർമ്മയ്ക്ക് വേണ്ടി പ്രചാരണത്തിന് വന്ന യോഗിയുടെ റാലിയിൽ ഈ ക്രിമിനൽ സാന്നിധ്യം. കുറ്റാരോപിതരായ 17 പേരിൽ ഒട്ടുമിക്ക പേരും റാലിയിൽ മുൻനിരയിൽ തന്നെ ഉണ്ടായിരുന്നു. മാത്രമല്ല, യോഗി യോഗി എന്നാർത്ത് വിളിക്കുന്നുമുണ്ടായിരുന്നു. കേസിലെ മുഖ്യപ്രതിയും സ്ഥലത്തെ BJP നേതാവിന്റെ മകനുമായ വിശാൽ സിംഗും മുൻനിരയിൽ ഇടം പിടിച്ചിരുന്നു. താൻ ജാമ്യത്തിലാണെന്നും കേസ് കള്ളക്കേസാണെന്നും ഇനി ഒന്നും നടക്കാൻ പോകുന്നില്ലെന്നും അഹന്ത നിറഞ്ഞ ചിരിയോടെ വിശാൽ പറഞ്ഞതായി ദി ഹിന്ദു പത്രം റിപ്പോർട്ട് ചെയ്യുന്നു. ഈ 17 പേരും തന്റെ സംരക്ഷണയിലാണ് എന്ന സന്ദേശം തന്നെയാണ് ഈ ക്രിമിനലുകളെ ഒരു എതിർപ്പും കൂടാതെ തന്റെ റാലിയിൽ മുൻനിരയിൽ തന്നെ കൊണ്ടുവന്നതിലൂടെ യോഗി നൽകുന്നത്. അത് മാത്രമല്ല, ഒരു മനസാക്ഷി കുത്തുമില്ലാതെ ദാദ്രിയിൽ അങ്ങനെയൊരു സംഭവം നടന്നതിന്റെ എല്ലാ ഗൗരവത്തെയും തന്റെ പ്രസംഗത്തിൽ അദ്ദേഹം പരോക്ഷമായി എതിർക്കുകയും ചെയ്തു. അവിടെ നടന്നതെന്താണെന്ന് ഇന്ന് എല്ലാവർക്കും അറിയാമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. എത്ര ലജ്ജയില്ലാതെയാണ് സമാജ്വാദി പാർട്ടി അവിടുത്തെ ഗ്രാമീണരുടെ വികാരങ്ങൾ അടിച്ചമർത്തിയതെന്ന് ഓർക്കണമെന്നും യോഗി കൂട്ടിച്ചേർത്തു. കഷ്ടമെന്നല്ലാതെ എന്ത് പറയാൻ. അല്ലെങ്കിലും പശുവിന്റെ ജീവന് മനുഷ്യന്റെ ജീവനേക്കാൾ വില കൽപ്പിക്കുന്ന യോഗിയിൽ നിന്നും വേറെന്ത് പ്രതീക്ഷിക്കാനാണ്? മനുഷ്യർക്ക്, പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾക്ക് നേരെ യോഗിയുടെ ഉള്ളിൽ ഒളിഞ്ഞുകിടക്കുന്ന വിദ്വേഷവും അയിത്ത മനോഭാവവും മുൻപ് പലതവണ എന്ന പോലെ ഒരിക്കൽ കൂടി മറനീക്കി വെളിച്ചത്ത് വന്നിരിക്കുകയാണ്.